ആദ്യം എന്താ ഉണ്ടാവുക? ഉള്ള സേവിങ്സ് വെച്ചിട്ട് ചികിത്സിക്കും. അത് കഴിഞ്ഞാൽ ഗോൾഡ് എടുത്ത് പണയം വയ്ക്കും. കഴിഞ്ഞാൽ ഗോൾഡ് എടുത്തിട്ട് വിൽക്കും. അത് കഴിഞ്ഞാൽ ആധാരം കൊണ്ടുപോയിട്ട് പണയം വയ്ക്കും. അത് കഴിഞ്ഞാലോ പിന്നെ അത് വിൽക്കുക എന്നുള്ളതല്ലാതെ ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾ 4 പേരുള്ള കുടുംബമാണെങ്കിൽ ഫാമിലി പോളിസി ആണോ അതോ ഇൻഡിവിജ്വൽ പോളിസി ആണോ, എങ്ങനെയാണ് അത്? അതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതെ. ഇത് ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല. ഇത് കോമൺ സെൻസ് ഉള്ള ഏതൊരുത്തനും ഇത് എടുത്തേ പറ്റൂ. അതെ. വേറെ ചോദ്യമൊന്നുമില്ല. NRIs അതുപോലെ നാട്ടിൽ തന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന നല്ല കമ്പനികളിൽ, അതായത് അവരുടെ എംപ്ലോയർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും. അവർ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഞങ്ങൾ ലാസ്റ്റ് അതായത് റിട്ടയർമെൻറ്റിന് ശേഷം എടുത്താൽ പോരെ എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, പിന്നെ ഡയബറ്റീസ്, അതെ. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഇപ്പം ഒരാൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുക, ആൾക്ക് അത് എടുക്കാനേ പൈസ ഉള്ളൂ കയ്യിൽ. ആൾക്ക് ഒരു 5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ ബില്ല് വന്നു വിചാരിക്കുക, അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, പക്ഷേ ഇയാളുടെ ട്രീറ്റ്മെൻറ്റിലൂടെ അയാൾക്ക് അതിജീവിക്കാൻ പറ്റിയില്ല, കുറച്ച് ഒരു ടൈം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. അപ്പോൾ ഇയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ കിട്ടില്ലേ? വെൽക്കം ടു ഗ്രോ ടോക്സ്. നമ്മളെല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്, നമുക്കും നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും. എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്? എടുത്തില്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും? എടുത്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്കിതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം. നമ്മളുടെ കൂടെയുള്ളത് ഇൻഷുറൻസ് മേഖലയിൽ 22 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന മിസ്റ്റർ പ്രമോദാണ്. അദ്ദേഹം ഒരു മലപ്പുറം സ്വദേശിയാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം. പ്രമോദ്, വെൽക്കം ടു ഗ്രോ ടോക്സ്. താങ്ക് യു. പ്രമോദ്, മലപ്പുറത്ത് എവിടെയാണ് സ്ഥലം? മലപ്പുറത്ത് ചങ്ങരംകുളം എന്ന് പറയും, അതായത് മലപ്പുറം ജില്ലയുടെ, പാലക്കാട് ജില്ലയുടെ, തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ്. എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് പ്രമോദ് വരുന്നത്? ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയി 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിൻ്റെ മുന്നേ നാട്ടിൽ തന്നെ ഒരു TVSൻ്റെ ഷോറൂമിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ആഗ്രഹമാണ് ഗൾഫ് പോകുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് തിരിച്ച് കോയമ്പത്തൂരിൽ നിന്ന് വന്നു. ഒരു ഗൾഫ് പോലുള്ള തയ്യാറെടുപ്പൊക്കെ ആയപ്പം അന്ന് എൻ്റെ അടുത്ത് ഒരു LICയുടെ ഡെവലപ്മെൻറ്റ് ഓഫീസർ ഗോകുൽ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ആൾ വന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഗൾഫിൽ പോണ ഇതുവരെ നമുക്ക് പോക്കറ്റ് മണിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ എന്നുള്ളതിൽ അന്ന് അവിടുന്ന് ഇൻഷുറൻസ് ഫീൽഡിലേക്ക് എത്തി. പിന്നെ അത് കരിയറായിട്ട് മാറി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? എന്താണ്? അല്ല, ഞാൻ ഈ സെയിൽസിലായിരുന്നു TVSൻ്റെ ഷോറൂമിൽ തന്നെ. പിന്നെ ഒരു സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറ്റണ പണിയല്ല എന്നുള്ളത് മനസ്സിലായി. അടങ്ങി ഒതുങ്ങി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത് നല്ല സുഖമുള്ള ജോലിയാണ്, ഇഷ്ടംപോലെ ആൾക്കാരെ പരിചയപ്പെടാം, നമുക്ക് ഫ്രീഡം ഉണ്ട്, ഇൻകം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ്. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പൈസയും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഓരോ ഗോൾ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഹോസ്പിറ്റലൈസേഷൻ വരിക. അപ്പോൾ ഇത്രയും നാളുണ്ടാക്കിയ പൈസ ആ ഒറ്റ ബില്ലിലാണ് പോവുകയാണ്. അത് സംഭവിക്കാൻ പാടില്ല, ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിൽ ഫോക്കസ് ചെയ്യാൻ കാരണം 2010 എൻ്റെ അച്ഛൻ മരിക്കുന്നുണ്ടായി. അന്ന് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ നല്ലൊരു ബില്ല് വന്നു. അത് എൻ്റെയും ചേട്ടൻ്റെയും ഭാര്യമാരുടെ പണ്ടം പണയം വെച്ചിട്ടാണ് ആ ബില്ലടച്ചത്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഏട്ടന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട്, ബാക്ക് പെയിനായിട്ട് അദ്ദേഹം കുറച്ച് കാലം വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ട് കയ്യിൽ ഒരു രൂപ പോലും ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, ലൈഫ് ഇൻഷുറൻസ് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസും ഒരാൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ 2011 മുതൽ ആദ്യം എൻ്റെ പേരിൽ തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് 10 ഇയേഴ്സ് വളരെ നോർമലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അത് ഒരു പെർഫോമറൊന്നും ആയിരുന്നില്ല. കോവിഡ് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം, എല്ലാവരെ കൊണ്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിക്കണം എന്നൊരാഗ്രഹം വന്നു. പിന്നെ അതിനുശേഷം ഇന്ന് വരെ മലപ്പുറം ബ്രാഞ്ചിൽ ഒരു വർഷം അതിൽ സെക്കൻഡിലേക്ക് എത്തി. ഇതുവരെ മലപ്പുറം ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾ ഞാൻ. ശരിക്കും ഇപ്പോൾ പ്രമോദ് സ്വന്തം അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട്
പേര് അനുഭവിക്കുന്നൊരു പ്രശ്നം തന്നെയാണിത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിട്ട് കാണുമ്പോൾ മാത്രമാണല്ലോ സൊല്യൂഷൻ അന്വേഷിക്കുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ വളരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്വാർട്ടേഴ്സ് എന്ന് പറയും, വാടകയ്ക്ക് ഇരിക്കുന്നത്. ആ. ഇവിടെ ഇത് എറണാകുളം പോലുള്ള സിറ്റിയിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മളവിടെ എങ്ങനെയായിരിക്കും, ഞങ്ങളുടെ ഏരിയയിൽ ഒരാൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ടൊരു സംഭവമാണ്. എല്ലാവർക്കും വീട് എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അതില്ലാത്ത ആൾക്കാർ അത് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വളരെ ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ചില നന്നായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ക്വാർട്ടേഴ്സിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഈ ഒരു കാര്യം ഉണ്ടായിരിക്കും. ഒരു ക്രിട്ടിക്കൽനെസ് വന്നിട്ട് അവരിരിക്കുന്ന സ്ഥലം വിറ്റിട്ടായിരിക്കും ചികിത്സിച്ചിട്ടുണ്ടാവുക. അതാണ് അവിടെ സംഭവിക്കാൻ പോണത്. ആദ്യം എന്തുണ്ടാവുക, ഉള്ള സേവിങ്സ് വെച്ചിട്ട് ചികിത്സിക്കും. അത് കഴിഞ്ഞാൽ ഗോൾഡ് എടുത്ത് പണയം വയ്ക്കും. കഴിഞ്ഞാൽ ഗോൾഡ് എടുത്തിട്ട് വിൽക്കും. അത് കഴിഞ്ഞാൽ ആധാരം കൊണ്ടുപോയിട്ട് പണയം വയ്ക്കും. അത് കഴിഞ്ഞാലോ പിന്നെ അത് വിൽക്കുക എന്നുള്ളതല്ലാതെ ഒരു മാർഗ്ഗമില്ല. സ്വന്തം അച്ഛനും അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, മകനായിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അവരെന്നെ തീർക്കാൻ പറ്റില്ലല്ലോ, ചികിത്സിക്കുന്ന വേണ്ടേ. ഇനി ഇതിൽ വരുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടുക, പൈസ പിരിക്കുക, കമ്മിറ്റി ഉണ്ടാക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇദ്ദേഹം എങ്ങാനും ഈ അസുഖം മാറിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് സ്വന്തമായിട്ട് മേടിച്ചിട്ട് അത് കൂടെ നടക്കാൻ പറ്റില്ല. അപ്പം എന്താ, ഒരു രൂപ പോലും കൊടുക്കാത്ത ആളാവും അവിടെ ഇരുന്നിട്ട് പീഡിതനിൽ ഇരുന്നിട്ട് പറയുക, അവനെ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പൈസ കൊടുത്തിട്ടാണ് ചികിത്സിച്ച്, ഇപ്പം അവൻ്റെ നടപ്പ് കണ്ടില്ലേ. ജന്മത്ത് ഒരു മനസമാധാനം അവനുണ്ടാവില്ല, നല്ലപോലെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും സംഭവിക്കരുത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ മതി. ഒന്നും സംഭവിക്കില്ല. അതാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതെ. ഇത് ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല. ഇത് കോമൺ സെൻസ് ഉള്ള ഏതൊരുത്തനും ഇത് എടുത്തേ പറ്റൂ, ഇത് അതെ. വേറെ ചോദ്യമൊന്നുമില്ല. ഒന്ന് പറയൂ, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്? അതായത് പ്രൊഡക്ട്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, പെർട്ടിക്കുലർ സ്ലാബുകളുള്ളതുണ്ടായിരിക്കും. അതിനൊക്കെ കുറിച്ചൊന്ന് പറയാമോ? ഹെൽത്ത് ഇൻഷുറൻസ് നോർമലി വരുന്നൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് കമ്പനി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നോർമലി വരുന്നത്. പിന്നെ അതിൽ വരുന്നത്, ഇപ്പം എല്ലാവർക്കും ഹൈ സം അഷ്യൂർഡിൻ്റെ പോളിസി എടുക്കാൻ പറ്റില്ല, വലിയ ഉയർന്ന സംഖ്യയുടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസ് പോളിസി ചെറിയ എമൗണ്ടിൻ്റെ എടുക്കുക, എന്നിട്ട് അത് ടോപ്പപ്പ് ചെയ്യണ, ചെറിയ പ്രീമിയത്തിന് ടോപ്പപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ ക്രിട്ടിക്കൽനെസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലംസം എമൗണ്ട് കൊടുക്കുന്ന പോളിസികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതാണ്. പിന്നെ അതുപോലെ ആക്സിഡൻറ്റ് പോളിസികൾ, ആക്സിഡൻ്റ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് നോമിനിക്ക് കൊടുക്കുക, അങ്ങനത്തെ പലതരം പ്രൊഡക്റ്റുകളുണ്ട്. സാധാരണ ആൾക്കാർ എടുക്കുന്നത് ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസികളാണ് എടുക്കുക. പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ എടുക്കുന്നത്. ഏതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ? അതായത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുകയും നമ്മളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളത് ഒരു നോർമൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നല്ലാതെ മറ്റുള്ളവർ കൂടുതൽ എടുക്കുന്ന പ്രൊഡക്റ്റ് ഏതാ? ആക്സിഡൻറ്റ് ഡെത്ത് മാത്രം. അത് ലൈഫ് ഇൻഷുറൻസിൽ അല്ല, ഇതന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ആക്സിഡൻറ്റ് ഡെത്ത് പോളിസികൾ വിൽക്കുന്നുണ്ട്. അതിൽ ചിലതിൽ പെർമനൻറ്റ് ഡിസബിലിറ്റി കവർ ചെയ്യണമെന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, പിന്നെ ഡയബറ്റീസ്, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാം. പക്ഷേ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. നിലവിലുള്ള അസുഖങ്ങൾക്ക് 3 വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഓക്കെ. 3 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞ അസുഖങ്ങൾ വന്നാലും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നാലും ക്ലൈം സുഖമായിട്ട് കിട്ടും. അവിടെ ഒരു തർക്കം ഉണ്ടാവില്ല. ഹോസ്പിറ്റൽ കേസിനാണ് കൂടുതലും ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നത്. അതെ. ഇതിൽ ഏതൊക്കെ കമ്പനീസിൻ്റെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഞാൻ റെക്കമെൻഡ് ചെയ്യണതും, എനിക്ക് 2 കമ്പനിയുടെ ഏജൻസി ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ പോളിസികൾ, പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ 11 കൊല്ലത്തെ, ഇപ്പം 14 കൊല്ലം അതിലെനിക്ക് ഒരു വിൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് സ്റ്റാർ ഹെൽത്ത് എന്താണ് ചെയ്യണമെന്നും എങ്ങനെയാണ് ക്ലെയിം കൊടുക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ടീം നമുക്ക് ഉണ്ട്. ക്ലെയിമിലൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്ന് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ല ടീമുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർ ഹെൽത്താണ് കൊടുക്കുന്നത്. എന്നാൽ ഞാൻ സാർ ചോദിക്കണേക്കാട്ടും മുന്നേ അങ്ങനെ തന്നെ പറയാം, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നതും സ്റ്റാർ ഹെൽത്തിനാണ്. അതെന്തുകൊണ്ടാണ്? കേരളത്തിൽ 100 പോളിസി വിൽക്കുന്നുണ്ടെങ്കിൽ 72 എണ്ണം വിൽക്കുന്നതും സ്റ്റാർ ഹെൽത്താണ്. ഉം. അപ്പോൾ 72 ആൾക്കാരിൽ ഒരു 10 ആൾക്കാർക്ക് ഒരു ക്ലൈമിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ 10 ആൾക്കാരും നെഗറ്റീവ് പറയും. നെഗറ്റീവ് പറയും. എന്നാൽ ബാക്കിയുള്ളവർ കിട്ടിയവരോ ഒരാളും മിണ്ടില്ല. വേണ്ടില്ല. ബാക്കിയുള്ള എല്ലാ കമ്പനികൾക്കും കൂടിയിട്ട് 28 പോളിസിയേ ഉള്ളൂ. അപ്പോൾ അതിൽ എത്ര എണ്ണം വരും? ഒരെണ്ണം വന്നതായി, 2 എണ്ണം വന്നതായി. അതാണ് അതിൻ്റെ കാര്യം. ഈ സ്റ്റാർ ഹെൽത്ത് എല്ലാ ഹോസ്പിറ്റലും കവർ ചെയ്യുന്നുണ്ടോ? എല്ലാ ഹോസ്പിറ്റലും ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ കവർ ചെയ്യണതും സ്റ്റാർ ഹെൽത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഉം. ആ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന കുറച്ച് ഇൻഷുറൻസ് പോളിസീസ് അവർ അലോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ സ്റ്റാർ ഹെൽത്ത് ഉള്ളത് വേറെ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ ഞാൻ പോയി എടുക്കേണ്ട ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ട് സ്റ്റാർ ഹെൽത്ത് ഉള്ള ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണോ നല്ലത്, അതോ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽ നോക്കിയിട്ട് ഒരു പോളിസി എടുക്കുന്നതാണോ നല്ലത്? സ്റ്റാർ ഹെൽത്തിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നമുക്ക് അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. അവിടെ ഒരു ഇപ്പോൾ ഒരു കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് മാത്രമുള്ളൊരു പോളിസി എടുത്തിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് വരുന്ന ക്രിട്ടിക്കൽനെസ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനത്തെ വലിയ വലിയ ഹോസ്പിറ്റലിനെ കവർ ചെയ്യണത്, അല്ലെങ്കിൽ അവരേനായിട്ട് നെറ്റ്വർക്കിൽ ടൈപ്പ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ് അവരെ നമ്മൾ എടുക്കുക. ഞാൻ ചോദിക്കാൻ കാരണം പല ആൾക്കാരും അവർ ലോകം കാണുന്നത് അങ്ങനെയാണ്, വീടിനടുത്തുള്ള ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്റ്റാർ ഹെൽത്ത് എടുത്തിട്ട് അത് അവിടെ എടുത്തില്ലെങ്കിൽ, ഇപ്പോൾ പ്രമോദിൻ്റെ വീഡിയോ കണ്ടു, ഒരാൾ സ്റ്റാർ ഹെൽത്ത് എടുത്തു, പക്ഷേ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റാർ ഹെൽത്ത് ഇല്ല. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല, ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ പ്രശ്നം വരരുത്, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അത് നമ്മൾ പോളിസി കൊടുക്കുമ്പോൾ തന്നെ നമ്മളിത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അറ്റ് പ്രസൻറ്റ് ഏതൊക്കെ ഹോസ്പിറ്റലിനായിട്ടാണ് നമുക്ക് ടൈപ്പ് ഉള്ളത് അത് പറഞ്ഞു കൊടുക്കും. ഇന്ന് ടൈപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് നാളെ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ ഹോസ്പിറ്റൽ വരും, ഉള്ളതിനെ ചിലപ്പോൾ പുറത്താക്കും, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ പോളിസി തന്നെ പിന്നീട് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ബില്ലിൽ തന്നെ സെറ്റിൽ ചെയ്യുന്ന ക്യാഷ്ലെസ്സും റീഇംബേഴ്സ്മെന്റ് രണ്ടും. ക്യാഷ്ലെസ്സും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണോ അതോ ഹോസ്പിറ്റൽസ് ആണോ ഡിസൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ല. അപ്പം നമ്മൾ എത്തിപ്പെടുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ സാറ് നേരത്തെ ചോദിച്ച പോലെ അവിടെ ക്യാഷ്ലെസ് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ മാർഗമുള്ളൂ. അപ്പോൾ അത് ഹോസ്പിറ്റൽസ് ആണ് ആ പോളിസി വെക്കുന്നത്? എങ്ങനെയാണ് അവർ? അല്ല. അതായത് ഞാനിപ്പം ഇവിടെ ഉള്ള കാക്കനാടുള്ളൊരു ഹോസ്പിറ്റലെത്തി, എനിക്ക് ഇവിടുന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നായിരിക്കാം. അവിടെ സ്റ്റാർ ഹെൽത്ത്, എൻ്റെ ഉള്ള സ്റ്റാർ ഹെൽത്താണ്. സ്റ്റാർ ഹെൽത്ത് ഇവരായിട്ട് ടൈപ്പ് അല്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഏത് കമ്പനിയുടെ നോക്കാൻ പറ്റില്ല. നമുക്ക് ചികിത്സ ഏറ്റവും എളുപ്പം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി ബില്ലെല്ലാം കൂടിയിട്ട് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കമ്പനി പൈസ മൊത്തം തരും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും സ്റ്റാർ ഹെൽത്തിൽ. ഓക്കെ. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ആയിട്ട് ടൈപ്പ് വേണം നിർബന്ധമില്ല? വേണ്ട, ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് ചികിത്സിക്കാം. ഓക്കെ. ചില എക്സ്ക്ലൂഡഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി ഓക്കെ. ഇനി എന്തൊക്കെ ടൈപ്പാണ് ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു പോളിസി എടുക്കുമ്പോൾ അത് ഒരാൾ എടുക്കേണ്ടത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ 4 പേരുള്ള കുടുംബമാണെങ്കിൽ ഫാമിലി പോളിസി ആണോ അതോ ഇൻഡിവിജ്വൽ പോളിസി ആണോ? എങ്ങനെയാണ് അത്? ഫാമിലി ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഫാമിലി ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പോൾ 4 പേരുള്ള കുടുംബമാണെങ്കിൽ 4 പേരും കവർ ചെയ്യും. അങ്ങനെയല്ലേ? അപ്പോൾ എന്താണ് ഒരു വർഷത്തേക്ക് നമ്മൾ കാണേണ്ട ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? പ്രീമിയം നമ്മൾ എത്ര കാണണം, അതുപോലെ കവറേജ് എത്ര കാണണം? ഇതിൽ അസുഖം വരാൻ പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ എക്സ്പെൻസാണ് വരിക. അപ്പം നമ്മളുടെ പ്രീമിയം പേയ്മെൻറ്റ് കപ്പാസിറ്റി എത്ര രൂപ ഒരു മാസം നമുക്കിതിൽ മാറ്റിവെക്കാം, അതിനനുസരിച്ചിട്ടാണ് ഇത് ചേരേണ്ടത്. ഏറ്റവും നല്ലത് ഹൈ സം അഷ്യൂർഡ് ചേരുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാനും കുറേ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു, വലിയ ബില്ല് വരിക എന്നുള്ളതൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോവിഡിന് ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടറുണ്ട്. ഞാനൊരു ദിവസം അവരെന്നെ വിളിച്ചു, ഡോക്ടറെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, വരൂ നമുക്കതിന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ആ ഡോക്ടറുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ആ ഡോക്ടർ എന്നെ വിളിക്കാൻ കാരണം, ആ ഡോക്ടറുടെ അമ്മയ്ക്ക് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പം
അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ പ്രൊഫസർമാരാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന് വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അവർ വിളിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പേഷ്യൻ്റ് ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു. അവർക്ക് ന്യൂമോണിയ വന്നിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളില്ല. വേറൊരു ഹോസ്പിറ്റലിലേക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ആ സ്ത്രീ ഡെലിവറി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും 1,63,00,000 രൂപ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലെൻസ് 80% പ്രവർത്തനരഹിതമായിരുന്നു. അപ്പോൾ അവരെന്നെ അഡ്മിറ്റ് ചെയ്ത് ECMO എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് എക്യുപ്മെൻ്റ് ആണോ ട്രീറ്റ്മെൻ്റ് ആണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ECMO ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്തപ്പം ഒരു ദിവസം 5 ലക്ഷം രൂപ റെൻ്റാണ് അതിന് വരുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയപ്പം ഞാൻ പേഴ്സണലായിട്ട് അതുവരെ എനിക്ക് 10 ലക്ഷത്തിൻ്റെ കവറേജ് ഉണ്ടായിരുന്നു. 2 കോടി രൂപയുടെ കവറേജ് ഞാൻ എടുത്തുവിട്ടു. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടത് സാധാരണ അസുഖങ്ങൾക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു പൈസ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അസാധാരണമായിട്ട് വരുന്ന അസുഖങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് വേണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ. എന്നാൽ ഒരാൾക്ക് 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കാൻ സാമ്പത്തികം ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിൻ്റെ എടുക്കുക. 2 കോടിയുടെ പോളിസി എടുക്കാൻ പറ്റുന്ന സാമ്പത്തികമുള്ള ഒരാൾ ഒരിക്കലും 5 ലക്ഷത്തിൻ്റെ എടുക്കരുത്. കാരണം അദ്ദേഹം ഒരു കാരണവശാലും ചെറിയ ഹോസ്പിറ്റലിൽ പോവില്ല, വലിയ ഹോസ്പിറ്റലിൽ പോവുള്ളൂ, അവിടുത്തെ ഏറ്റവും വലിയ റൂം എടുക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് 5 ലക്ഷം എന്ന് പറഞ്ഞത് 2-3 ദിവസം കൊണ്ട് കഴിയും. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും വലിയ സമ്മർഷേഡിൻ്റെ പോളിസി എടുക്കുക. ഇനി അതിലും ഒരു വ്യത്യാസം, ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുകയാണ്. ഇതിൻ്റെ ഇരട്ടി പൈസ കൊടുത്ത 75 ലക്ഷം രൂപയുടെ പോളിസി കിട്ടും. അപ്പോൾ ആദ്യത്തെ 10 ലക്ഷത്തിന് നമുക്കൊരു 25,000-30,000 രൂപ വരുമെന്ന് വിചാരിക്കുക. അടുത്ത 60,000 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 65 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് കിട്ടുകയാണ്. അതുകൂടെ വീണ്ടും ഒരു 10,000 കൂട്ടിക്കഴിഞ്ഞാൽ 2 കോടിയുടെ കവറേജ് കിട്ടും. സമ്മർഷോട് കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് എന്ത് കൂടില്ല? പ്രീമിയം കൂടില്ല. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുന്നേ മകനെ പനി വന്ന ഹോസ്പിറ്റലിൽ ആക്കി ഒരു 3 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. ഇറങ്ങിയപ്പോൾ ബില്ല് 1 lakh ആയി. ഓൾമോസ്റ്റ് 95,000 സംതിങ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. ആ ഇടയിൽ തന്നെ എൻ്റെ വൈഫിൻ്റെ കാലൊടിയുന്നു. അങ്ങനെ 2-3 ഇത് വന്നപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1.5 മാസം കൊണ്ടൊരു 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് ബില്ല് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുകൊണ്ട് കയ്യിൽ നിന്ന് പോയ എമൗണ്ട് മേ ബി ഒരു 5-10 രൂപ മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ആണ് പ്രമോദ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ സം അഷ്യൂർഡ് കൂടുതൽ എടുക്കുന്നതാണ്, നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനകത്ത് പൊതുവെ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ? ഒരു ഇൻഷുറൻസ് പോളിസിയിലും കവർ ചെയ്യാത്ത കാര്യങ്ങൾ ഒന്നുമില്ല, എല്ലാം കവർ. പെർമനൻ്റ് ആയിട്ട് കവർ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ് പറ്റില്ല. പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ആക്സിഡൻറ്റിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, നോർമലി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചില പ്രൊഡക്റ്റുകളിൽ OP തീരെ കൺസൾട്ടേഷൻ തീരെ സമ്മതിക്കില്ല. പിന്നെ അതുപോലെ മാനസികാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അത് സമ്മതിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് പെർമനൻ്റ് എക്സ്ക്ലൂഷനായിട്ട് വരുള്ളൂ. ബാക്കിയെല്ലാം കവർ ചെയ്യുന്നതാണ്. അതിന് ചില ടൈം പീരീഡ് വെച്ചിട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം ആക്സിഡൻറ്റിന് മാത്രമാണ് കവറേജ് കിട്ടുള്ളൂ. പോളിസി എടുത്തിട്ട് ആദ്യത്തെ 30 ദിവസം ആക്സിഡൻ്റ് കൊണ്ടുണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷന് മാത്രമേ കവറേജ് കിട്ടുള്ളൂ. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഫസ്റ്റ് 30 ഡേയ്സ് അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ. പിന്നെ 31ാമത്തെ ദിവസം മുതൽ കണ്ടുപിടിക്കുന്ന അസുഖങ്ങൾക്കാണ് നമ്മൾ കവറേജ് കൊടുക്കുക. മുന്നേ കണ്ടുപിടിച്ചതിന് കിട്ടില്ല. മുന്നേ കണ്ടുപിടിച്ചതിന് മാത്രം എന്നുള്ളതല്ല. അപ്പം ഒരു 29ാമത്തെ ദിവസം ഒരു പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അതിന് നമുക്ക് കിട്ടില്ല. പിന്നെ ആദ്യത്തെ 2 വർഷം കിട്ടാത്ത കുറച്ച് സർജിക്കൽ ട്രീറ്റ്മെൻറ്റും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ആയിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഇപ്പോൾ ഹെർണിയ, ഫിസ്റ്റുല, പൈൽസ്. മുന്നേ ഇല്ല, അത് നമുക്ക് പതുക്കെ ഗ്രോത്ത് വന്നിട്ട് സർജറി. അപ്പോൾ ടൈം എടുത്തിട്ടുള്ള ഒരു രോഗമാണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 2 കൊല്ലം അതിന് നമ്മൾ കൊടുക്കില്ല. 2 കൊല്ലം കഴിഞ്ഞാൽ അതും കവർ ചെയ്യും. ഇപ്പോൾ സാർ ആദ്യം ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളിസി എടുക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പോലും 3 കൊല്ലം കഴിഞ്ഞാൽ അതിന് കവറേജ് കൊടുക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു എത്രയും നേരത്തെ എടുക്കുന്നതാണ് നല്ലത്, അല്ലേ? അതെ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ 30,000 രൂപ മാറ്റി വെച്ച് നമ്മളൊരു 10 lakhs ഒരു പോളിസി എടുക്കുകയെന്ന് വിചാരിക്കുക.
അപ്പോൾ ഒരു സാധാരണക്കാരൻ തിങ്ക് ചെയ്യുന്നത് ഈ 30,000 ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് ഉം. അല്ലേ? ഉം. അപ്പോൾ പക്ഷേ ആ ഒരു വർഷം അവൻ ആ പോളിസി യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഉം. അപ്പോൾ ആ 10 lakhs എന്ന് പറയുന്ന കവറേജിന് എന്ത് സംഭവിക്കും അടുത്ത വർഷം? ഈ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഉം. ഒരു നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ട് ഉം. പല പ്രൊഡക്റ്റിനനുസരിച്ച് ചിലതിന് 100% ആയിരിക്കും, ചിലതിന് 25% ആയിരിക്കും, ചിലതിന് 50% ആയിരിക്കും. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ഇൻഷുർഡ് എമൗണ്ടിൽ ഒരു ബോണസും കൂടി നമുക്ക് തരും. എന്താണ് ഈ ബോണസ് എന്ന് പറയുന്നത്? ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്. ഉം. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമുക്ക് 5 ലക്ഷം രൂപയുടെ കവറേജ് കൂടുതൽ കിട്ടുകയാണ്. ഉം. ഒറ്റ ബില്ല് തന്നെ 15 ലക്ഷം രൂപയുടെ വന്നാലും നമുക്ക് സുഖമായിട്ട് സെറ്റിൽ ചെയ്യാം. അതാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് വന്നത് ആ ബോണസ് ഈ പറഞ്ഞ 5 ലക്ഷം നോ രൂപ. ക്ലെയിം ബോണസ്. നോ ക്ലെയിം ബോണസ് ഓരോ ഇൻഷുറൻസ് പോളിസിക്കും ഒരു ഇത്ര രൂപ നോ ക്ലെയിം ബോണസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ആഡ് ഓൺ ആഡ് ഓൺ ആയിട്ട് വരും. അപ്പോൾ അതാണ് ഈ പറയുന്ന 50% 100% എന്ന് പറയുന്നത് അല്ലേ? ഇനി അത് കൂടാതെ ചില പ്രൊഡക്റ്റുകളിൽ എല്ലാ വർഷവും 100% ബോണസ് ആഡ് ആയിട്ട് വരും. അത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ഒരാൾ 10 കൊല്ലം കഴിയുമ്പോൾ ഉള്ള കവറേജ് ഓട്ടോമാറ്റിക് 1 കോടി ആയിട്ടുണ്ടാവും. 1 കോടി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രീമിയം സെയിം ആയിരിക്കും. പ്രീമിയം സെയിം ആയിരിക്കും. പ്രീമിയം നോർമലി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏജ് സ്ലാബ് വെച്ചിട്ടാണ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന ചില പോളിസികളിലൊക്കെ ഇത്ര വയസ്സ് വരെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പ്രീമിയം കൂടില്ല എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ. ഒരേ പ്രീമിയം ആയിരിക്കും വന്നിട്ടുണ്ട്. ഈ പ്രീമിയം ഏതെങ്കിലും ഒരു വർഷം അടയ്ക്കാൻ സാധിച്ചില്ല, ഒരു 4-5 വർഷം അടച്ചു, ഒരു വർഷം അടച്ചില്ല, അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ തീർന്നു, ബ്രേക്ക് ആവും. ബ്രേക്കോ. പിന്നെ അത് ഫ്രഷ് ആയിട്ട് പുതിയ പോളിസി ആയിട്ട് മാറും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും വീണ്ടും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ചില കമ്പനികളൊക്കെ സ്പെഷ്യൽ റിവൈവൽ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് വരും, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും, ടൈം പീരീഡ് കൊടുക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലെയിമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ക്ലെയിം ഇല്ലാത്ത പോളിസികൾ മാത്രമാണ് പുതുക്കാൻ സമ്മതിക്കാറ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ക്ലെയിം വന്നിട്ട് നമ്മൾ അത് മറച്ചു വെച്ചിട്ട് ചേരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ അദ്ദേഹത്തിന് ഒരു ക്ലെയിമും കിട്ടാനുള്ള സാധ്യത ഇല്ല. മനസ്സിലായി. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ വല്ല അഡ്വാൻറ്റേജ് ഉണ്ടോ? ഒന്നിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഉപയോഗിക്കാം, അങ്ങനെ അല്ലാതെ ഇതൊന്നും ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 30,000 ഫോർ എക്സാമ്പിൾ ഇൻ എ ഇയർ, ഇതിൽ ഈ എമൗണ്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകളുണ്ടോ? ഇപ്പം പുതിയ സ്കീമൊക്കെ ഇൻകം ടാക്സ് ബെനിഫിറ്റാണ് ഇതിൽ കിട്ടുക. ഇപ്പോൾ പുതിയ സ്കീമാകുമ്പോൾ അതിലൊന്നും പ്രാധാന്യമില്ല ഇൻകം ടാക്സ് ബെനിഫിറ്റിൻ്റെ. അപ്പോൾ ഇത് ലിറ്ററലി ഒരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ അതിൻ്റെ റിട്ടേൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപത്തുകാലം വരുന്ന സമയത്ത് ആ പൈസ ഇൻഷുറൻസ് കമ്പനി തരും. ശരിക്കും ആപത്തുകാലം വരുമ്പോൾ വലിയൊരു പ്രശ്നമായിരിക്കും വരാൻ കാരണം. അപ്പോൾ അതിന് ഈ ഒരു 5,000 പെർ മന്തൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കാവുന്നൊരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചത്, ഹെൽത്ത് ഇൻഷുറൻസും ഈ ലൈഫ് ഇൻഷുറൻസും തമ്മിൽ ആക്ച്വലി എന്താ യഥാർത്ഥത്തിൽ വ്യത്യാസം? ഒരാൾ മരിക്കുമ്പോൾ കിട്ടുന്നു, ഒരാൾ ഹെൽത്ത് പ്രോബ്ലംസ് വരുമ്പോൾ കിട്ടുന്നു, ഇത് രണ്ടുമല്ലേ? അതെ. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടില്ല, പക്ഷേ ഇയാളുടെ ട്രീറ്റ്മെൻറ്റിലൂടെ അയാൾക്ക് അതിജീവിക്കാൻ പറ്റിയില്ല, കുറച്ച് ഒരു ടൈം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. അപ്പോൾ ഇയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ കിട്ടില്ലേ? ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കിട്ടും, പക്ഷേ ഡെത്ത് ബെനിഫിറ്റ് ഒരിക്കലും കിട്ടില്ല. ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഇത് കവർ ചെയ്യുന്നുണ്ടോ ഈ ഹെൽത്ത് ഇൻഷുറൻസ്? പിന്നെ ഡേ 31 മുതൽ കവർ ചെയ്യണം. കോവിഡ് കവർ ചെയ്യുന്നുണ്ട്. കോവിഡിന് സ്പെഷ്യൽ പോളിസീസ് വല്ലതും ഉണ്ടോ? കോവിഡിന് സ്പെഷ്യൽ പോളിസീസ് ഉണ്ട്, കോവിഡിന് മാത്രമായിട്ടുണ്ട്. അതെന്താ അങ്ങനെ? ഈ സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ്? അത് കോവിഡിന് മാത്രമേ കവർ ഉള്ളൂ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അസുഖത്തിന് മാത്രമേ കവർ. അതിന് പ്രീമിയം കുറവായിരിക്കുമോ? വളരെ ചെറിയ പ്രീമിയം ആയിരിക്കും. ഈ അതായത് ഓരോ രോഗത്തിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് പേര് ക്യാൻസർ ഉണ്ടോ എന്ന് സ്വയം സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ക്യാൻസറിന് വേണ്ടി മാത്രമല്ല, ക്യാൻസറിന് മാത്രമായിട്ടുള്ള അങ്ങനത്തെ പ്രൊഡക്റ്റ് ഇല്ല. ഇത് കോവിഡ് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമല്ലേ, അതിന് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും വളരെ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉള്ളൊരു കമ്പനികൾ ഇറക്കിയിട്ടുള്ളൊരു സംഭവമാണത്. അതല്ലാതെ ഓരോ അസുഖത്തിന് ചികിത്സിക്കാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് എന്നുള്ളതില്ല. പിന്നെ ക്രിട്ടിക്കൽനെസ് മാത്രം കവർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതെന്തൊക്കെയാണ്? അതായത് നമുക്ക് ക്രിട്ടിക്കൽനെസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയുടെ പോളിസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത്രയും പൈസ ആ വ്യക്തിക്ക് കൊടുക്കും. ഒന്നുകൂടെ പറയും. അതായത് ഒരു 25 lakhs ക്രിട്ടിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ക്രിട്ടിക്കൽ കറണ്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്തു, ക്യാൻസർ ആവാം, കിഡ്നി ഫെയിലർ ആവാം, എന്താവാം. അപ്പോൾ നമുക്ക് ആ പൈസ തരും.
അല്ല ആ 25 lakhs നമുക്ക് തരും. ഈ ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞത് ക്രിട്ടിക്കൽ കെയർ ആണോ അത് ക്രിട്ടിക്കൽ കെയർ ഏതെങ്കിലും സ്പെസിഫിക് രോഗങ്ങൾക്കാണോ? അല്ല അത് ലിസ്റ്റഡ് കുറച്ച് അസുഖങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് ലിസ്റ്റഡ് ആ. അസുഖങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് രൂപ തരും. നമുക്ക് തരും. അത് ആക്ച്വൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഒന്നല്ല കേട്ടോ. ട്രീറ്റ്മെന്റ് കോസ്റ്റ് അല്ല, അല്ല, അത് അതിൽ പറഞ്ഞിരിക്കുന്ന ആ amount. പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് തരും. ഓക്കെ, അതും ഈ ആനുവൽ പ്രീമിയത്തിൽ പോകുന്ന ഒരു പാക്കേജാണ്. അതെ 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 അതെ. ആനുവൽ പ്രീമിയത്തിൽ പോകുന്ന പാക്കേജ്. അപ്പോൾ അത് ഹോസ്പിറ്റൽ ബില്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതും വേറൊരു ഹെൽത്ത് ആ. ശരിക്കും എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട ഒരു അതെ അതെ അതെ. ഒരു പാക്കേജ് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പം നമുക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസം. വലിയ ആശ്വാസമായിരിക്കും. ഓക്കെ, അതും അഗൈൻ നമ്മുടെ പ്രീമിയത്തിൻ്റെ പിന്നെ സമ്മേഷോടും തമ്മിലുള്ള ഒരു മാച്ചിങ് ആയിരിക്കും അല്ലേ? ഒരു എല്ലാ വർഷവും അടച്ചു പോകും. അതെ അതെ. എത്ര കാലമായിട്ട് ഈ ഹെൽത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രമോദ്? ഞാൻ 2020 മുതൽ 20 മുതൽ കോവിഡിന് ശേഷം. എവിടെയാണ് ഓഫീസ്? എങ്ങനെയാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരുപാട് സ്റ്റാഫ് ഉണ്ടോ? അതേപോലെ നിങ്ങളെ കോൺടാക്ട് ഇപ്പോൾ ഇൻഷുറൻസ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ പ്രമോദ് ഉള്ളത് മലപ്പുറത്താണ്, ഞാനുള്ളത് എറണാകുളത്താണ്. ഞാൻ ഇൻഷുറൻസ് എടുത്തു പ്രമോദിൻ്റെ അതിൽ നിന്ന്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആരെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെ കോൺടാക്ട് ചെയ്യണം, ആര് സപ്പോർട്ട് തരും, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം. ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. ആ. എനിക്ക് 2 നമ്പറുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് 3 സ്റ്റാഫുണ്ട്. അവരുടെ 3 ആൾക്കാരുടെ നമ്പറുണ്ട്. ഇമെയിൽ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഏത് മാർഗത്തിൽ കൂടിയും എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഡയറക്റ്റ് സ്റ്റാർ ഹെൽത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കണം. അതില്ലെങ്കിൽ പിന്നെ ബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിക്കണം. അതായത് ഇപ്പോൾ ഞാൻ സ്റ്റാർ ഹെൽത്ത് എടുത്തു കാക്കനാട് ഹോസ്പിറ്റലിൽ, എനിക്കത് ക്ലെയിം ചെയ്യണം. അപ്പോൾ പ്രമോദിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടും എപ്പോഴും, പക്ഷേ എനിക്ക് തോന്നി അല്ലെങ്കിൽ പ്രമോദിൻ്റെ നമ്പർ എൻ്റെ വൈഫിൻ്റെ കയ്യിലില്ല. അപ്പോൾ വൈഫിന് അടുത്തുള്ള സ്റ്റാർ ഹെൽത്തിൻ്റെ ഓഫീസിൽ വിളിക്കണം തോന്നി. അങ്ങനെ വിളിച്ചാലും നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർ ഹെൽത്തിൻ്റെ ഏത് ഓഫീസിൽ വിളിച്ചാലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിത്തരും. അത് ഇന്ന ബ്രാഞ്ചിൻ്റെ അണ്ടറിലാണെന്ന് നോക്കില്ല, ഇന്ന ഏജൻറ്റിൻ്റെ പോളിസി ആണെന്ന് നോക്കില്ല. സ്റ്റാർ ഹെൽത്തിൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പക്കയാണ്. അതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റ് നോക്കണ്ട. ഏത് ബ്രാഞ്ച് ഓഫീസിലായാലും, ഏത് ഏജൻറ്റിൻ്റെ ഓഫീസിൽ പോയാലും, ഏത് സെയിൽസ് മാനേജർ ഓഫീസിൽ പോയാലും പക്ക സർവീസ് കിട്ടും. അതിൽ യാതൊരു സംശയം വേണ്ട. ഓക്കെ, ഇനി പ്രമോദ് ഒരു കസ്റ്റമർ എടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം എല്ലാവരും അവർ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കസ്റ്റമർ എടുക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത്? ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവരും അറിഞ്ഞുകൊണ്ട് ഹൈഡ് ചെയ്യണതാവില്ല. അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നുണ്ടായിരിക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അത് പിന്നെ അവരുടെ വിധി നമുക്ക് അല്ല, വിചാരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ അവരെടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ക്ലെയിം ടൈമിൽ ബുദ്ധിമുട്ട് വരും. കഴിഞ്ഞാൽ അതായത് എന്നോടാണ് നുണ പറയുള്ളൂ, അല്ലെങ്കിൽ ഏതൊരു ഇൻഷുറൻസ് ഏജൻറ്റിനോടാണ് നുണ പറയുള്ളൂ. ഒരു ഡോക്ടറെ അടുത്ത് നുണ പറയില്ല. കാരണം ഡോക്ടറെ അടുത്ത് നുണ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുന്ന മെഡിസിൻ റിയാക്ഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് എല്ലാ ചരിത്രങ്ങളും പറയും. ഡോക്ടറെ ഫയലിൽ അതേപോലെ എഴുതി വയ്ക്കും. ഇതാണ് കമ്പനികൾക്ക് അയച്ചു കൊടുക്കുക ഹോസ്പിറ്റലിൽ നിന്ന്. ആ സമയത്ത് പറയും പോളിസി എടുക്കുന്നതിനെക്കാട്ടും മുന്നേ ഈ അസുഖം ഉണ്ടായിരുന്നു, എടുക്കുന്ന സമയത്ത് കമ്പനിയോട് പറഞ്ഞില്ല, അതുകൊണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ആ ക്ലെയിം നിരസിക്കും. അവിടെ വേറൊരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയണം. അത് കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചിട്ട്, ഇപ്പോൾ ഒരു ഏജൻറ്റ് സാധാരണ ചേർക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ചോദിക്കും, ഇതിൻ്റെ മുന്നേ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. അത് ലാസ്റ്റ് ഇത് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അടക്കം ചോദിക്കും, എന്തെങ്കിലും അസുഖങ്ങൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് വരുന്ന സമയത്ത് ചിലപ്പം അത് പ്രൂവ് ചെയ്യാനുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ സർജറി. അപ്പോൾ കുറച്ച് പഴയ സർജറിയൊക്കെയാണ്, ഒരുപാട് കാലം മുന്നുള്ള സർജറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴും അത് കമ്പനി അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ കമ്പനിയോട് പറഞ്ഞിരിക്കണം. പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ച പൈസ പോവും, ഭാവിയിൽ ക്ലെയിം കിട്ടൂല. യൂഷ്വലി എത്ര ടൈം എടുക്കും ഒരു ക്ലെയിം പാസ്സായി വരാനായിട്ട്? ക്യാഷ്ലെസ് ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ. 2 മണിക്കൂർ മതി. റീഇംബേഴ്സ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 30 days ആണ് പറയുക. 30 daysൻ്റെ ഉള്ളിൽ എന്തായാലും അത് സെറ്റിൽ ചെയ്തിരിക്കും. പിന്നെ നോർമലി നമുക്കൊരു 15 daysൻ്റെ ഉള്ളിലൊക്കെ അത് കിട്ടും. പിന്നെ ചില സീസണിലൊക്കെ ഒരുപാട് ക്ലെയിം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ മഴക്കാലമായ കാരണം എല്ലാ ഹോസ്പിറ്റലിലും അഡ്മിഷനൊക്കെ ധാരാളം വരുന്ന സമയത്ത് നമുക്ക് ക്ലെയിം പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിലേ എടുക്കും. എന്നാലും 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും സെറ്റിൽ ചെയ്ത് കൊടുക്കും. 100% സെറ്റിൽമെൻറ്റ് വരുമോ? 100% സെറ്റിൽമെൻറ്റ് വരില്ല. 2 ചിലവ് നമുക്ക് വരും. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ.
അത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലൊക്കെ ക്യാൻറ്റീൻ ബില്ല് അവരുടെ ബില്ലിൻ്റെ ഒപ്പം വരും. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ തന്നെ 68 നോൺ മെഡിക്കൽ ഐറ്റംസിന് നമ്മൾ കവറേജ് കൊടുക്കുന്നുണ്ട്. ഈ 68 നോൺ മെഡിക്കൽ ഐറ്റംസിൽ പെടാത്ത എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കസ്റ്റമർ എന്തായാലും പേ ചെയ്യണം. ചെറിയ പൈസ വരുള്ളൂ. അത് ഒരു 1 lakh ഒക്കെ നമുക്ക് ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5,000 താഴെയൊക്കെയാണ് ബില്ല് വരുള്ളൂ. നോൺ മെഡിക്കൽ കവർ ചെയ്യാത്ത ഐറ്റംസ്. അപ്പോൾ അത് ഒഴിച്ച് ബാക്കി കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ 100% കവർ ചെയ്യും. 100%. പിന്നെ ചില തിമിര ശസ്ത്രക്രിയയ്ക്കൊക്കെ ചില പോളിസികൾക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. ഒരു കണ്ണ് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ, 2 കണ്ണും ഒരു കൊല്ലം ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ എന്നിട്ട് അത് മാത്രമാണ് ഒരു അത് ഏവറേജ് മാർക്കറ്റ് പ്രൈസ് വെക്കുന്ന പോലെ. അതെ ചില ഹോസ്പിറ്റൽസ് കൂടുതൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം അങ്ങനെ പോകാതിരിക്കാം. അതെ. അപ്പോൾ ബാക്കിയെല്ലാം 100% തന്നെയാണ് കൊടുക്കുക. ഓക്കെ, പ്രമോദിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്തായാലും ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതുകൂടാതെ ഒരു ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഒരാളെ ഈ ഒരു പോളിസി എടുത്തതിലൂടെ സഹായിക്കാൻ സാധിച്ചു എന്ന് തോന്നിയ ഒരു കഥ പറയാമോ? ഒന്നല്ല 2 കഥ പറയാം. അതായത് ഞാൻ പോളിസി എടുത്തിട്ട് 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ബാംഗ്ലൂരാണ്. അവർക്ക് ഒരുപാട് ഓസ്ട്രേലിയയിലും ദുബായിലൊക്കെ ബിസിനസ്സുള്ള ആൾക്കാരാണ്. 2 പയ്യന്മാരാണ്. അപ്പം അതിലൊരാൾ ജോലി ആവശ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് സിക്കിമിലേക്ക് വരികയാണ്. വന്നിട്ട് പിന്നെ ഈ സിക്കിമിലെത്തിയതിന് ശേഷം അവർക്ക് വയറിനൊക്കെ ഭയങ്കര അസ്വസ്ഥത, മോഷൻ ഇല്ല, ഈവൻ യൂറിനടക്കം പാസ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ മെഡിക്കൽ കോളേജിൽ 6 ലക്ഷം രൂപയാണ് ബില്ല് വന്നത്. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ഇവിടുന്ന് ആസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. അവിടെ പിന്നെ കുറച്ച് ബില്ലായി, 1 ലക്ഷം രൂപയുടെ താഴെ ബില്ലായി. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനൊരു ഹെർണിയം കൂടി വരുന്നുണ്ടായി. അതിന് വീണ്ടും ഒരു നല്ലൊരു എമൗണ്ട് അതിന് ചിലവായി. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു 3 വർഷമായിട്ടുള്ള നമ്മുടെ അടുത്ത് പോളിസി എടുത്തിട്ട് പക്ഷേ 10 ലക്ഷം രൂപയോളം അവർക്ക് ക്ലെയിം വരുന്നുണ്ടായി. പിന്നെ ഉള്ളത് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു 34 വയസ്സായിട്ടുള്ള ഒരു ലേഡിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ചിലവ് വരുന്നതാണ്. പക്ഷെ അവർക്ക് കവറേജ് ഉള്ള കാരണം സാമ്പത്തികമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ട്രീറ്റ്മെൻറ്റിനുള്ള അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേഷൻ നോക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള കവറേജും നോക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. അത് കവർ ചെയ്ത് പോകുന്നതാണ്. ഇനി അതുമല്ല, അത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും അവർ പോളിസി റിന്യൂ ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ വീണ്ടും ആ കവറേജ് വീണ്ടും കിട്ടും, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ളൊരു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ അന്ന് നിർബന്ധിച്ചെടുപ്പിച്ച കാരണമാണ് അവരത് എടുത്തത്. നമ്മളിപ്പോൾ ആരെന്നെ കണ്ടു കഴിഞ്ഞാലും ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് നോർമലി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിരിക്കുന്ന നേരത്ത് ചോദിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ശരിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് മാർക്കറ്റിൽ സെല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇൻഷുറൻസും. പക്ഷേ നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ വരാനിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്ന് മുൻകൂട്ടി കണ്ടാൽ ഇത് എല്ലാവരും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ ആർക്കെപ്പോൾ എന്ത് വരും നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എന്തിനൊരാൾ എടുക്കണമെന്ന് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രമോദിന് ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി NRIs അതുപോലെ നാട്ടിൽ തന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന നല്ല കമ്പനികൾ, അതായത് അവരുടെ എംപ്ലോയർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും. അവർ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഞങ്ങൾ അതായത് റിട്ടയർമെൻറ്റിന് ശേഷം എടുത്താൽ പോരെ എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം NRIs ആണെങ്കിൽ അവിടെ നല്ല കവറേജുള്ള ഇൻഷുറൻസ് ഉണ്ടാവും, അത് നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എന്തിന് ഇപ്പം തന്നെ നാട്ടിൽ ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതിന് ഉത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള സമയത്താണ് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇന്ന ഡേറ്റിൽ ഇന്ന അസുഖം വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര ദിവസം മുന്നേ നമുക്ക് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ മതി. അപ്പം ഈ 60 ഇയേഴ്സിൽ നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷം പുതിയൊരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ചിലപ്പോൾ നടന്നോളണം എന്നില്ല. അതെ, അതിൻ്റെ മുന്നേ ഒരു ക്രിട്ടിക്കൽനെസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസേ കിട്ടില്ല. അപ്പോൾ ഈ റിട്ടയർമെൻറ്റിൽ കിട്ടുന്ന പൈസ കംപ്ലീറ്റ് പിന്നെ എന്തിനുണ്ടാവുള്ളൂ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കമ്പനി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും
നമ്മളിപ്പോൾ പാരലായിട്ട് ഒരു ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യും. NRIസിന് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇൻഷുറൻസ്? അവിടെ ഇരുന്നു കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. പറ്റും. ഇപ്പം ഇനി മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 22 മുതൽ ആ. നമുക്ക് GST ഇല്ല. ഓ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എമൗണ്ടാണ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുറയണത്. ഞാൻ നേരത്തെ 30,000 രൂപ എന്ന് പറഞ്ഞില്ലേ, 10 ലക്ഷം രൂപ. ഓക്കെ, അതിൻ്റെ അപ്പം വരുന്ന സമയത്ത് 24,500 രൂപയ്ക്ക് വരുള്ളൂ. അപ്പോൾ എത്ര രൂപ കുറഞ്ഞിരിക്കുന്നത്? അതിപ്പോൾ ഇൻഷുറൻസ് മേടിക്കാൻ ഏറ്റവും നല്ല പറ്റിയ സമയമാണ്. ഇനി ഈ പൈസ ഒരുമിച്ചിട്ട് അടയ്ക്കും വേണ്ട, നമുക്ക് മന്തിൽ അടച്ചാൽ മതി. അതും 3 ഇയറിൻ്റെ പ്ലാനൊക്കെ ഒരുമിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ 3ാമത്തെ വർഷത്തിന് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. 10% വെച്ചിട്ട് തരുന്നുണ്ട്. 3ാമത്തെ വർഷം 10% കിട്ടുന്നുണ്ട്, 12% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഈ 10%-ൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലും കിട്ടാത്ത റിട്ടേൺ ആണ്. ബാങ്കിൽ കൊണ്ടുപോയിട്ട് 6% കിട്ടുക. മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് അത് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു നല്ലൊരു റിട്ടേൺ കിട്ടുന്നതാണ് ലോങ് ടൈമിലേക്ക്. ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അല്ല, ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയണത്, ഡിസ്കൗണ്ടിൻ്റെ കാര്യമാണ്. ഡിസ്കൗണ്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്നതാണ്. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറെ എവിടെയും റിട്ടേൺ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അത് മാത്രമേ, ലോങ് ടേം ഇൻഷുറൻസ് എടുക്കണം, അതും നമുക്ക് EMI ആയിട്ട് കൊടുക്കാം. ആകെ 5% നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടുള്ളൂ. പിന്നെ 24 മന്ത് EMI ആയിട്ട് അത് അടയ്ക്കാം. അത് മോട്ടോ പേ ചെയ്യാൻ പറ്റില്ലേ? ഓട്ടോ ഡെബിറ്റ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് പോയിക്കോളൂ. പിന്നെ 2 വർഷം അടച്ച 1 വർഷം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ 1 വർഷം കൂടി ശരിക്കും ഒരാൾക്ക് EMIനെ കുറിച്ച് ബോധർ ചെയ്യണ്ട, പ്രീമിയത്തിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. ചെറിയൊരു എമൗണ്ട് ആയിട്ട് മന്ത്ലി പോയിക്കോളും. ഈ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുത്തു വരും. അതെ, ഇത് വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്. നമ്മൾ ഇതിന് കോംപ്ലിക്കേറ്റ് ആവേണ്ട കാര്യമില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അവരെടുത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സംശയങ്ങൾ ചോദിച്ചിട്ട് അവരെ ക്ലാരിറ്റി വരുത്തുക. പക്ഷെ എല്ലാ കാര്യവും ഒരേ സമയം മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ആ കേൾക്കുന്ന ഒരാൾക്കൊരു പരിധി വിട്ടിട്ട് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കറക്റ്റാണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിതിൻ്റെ ലിങ്ക് അയച്ചു തരും, ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോഴേ അത് കേൾക്കൂ. അപ്പോൾ നമ്മൾ പറയും ആ ഫെസിലിറ്റി നമ്മളുടെ പോളിസിയിലുണ്ട്, ഇന്ന ഇതാണ്. ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് മനസ്സിലാവണമെന്നില്ല. പിന്നെ ആദ്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ ഏജൻറ്റിനെ വിളിക്കുന്നതിന് ചെയ്യാം. അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പോൾ പറയുക, പ്രമോദ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവിടെ ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടാവും, അവിടെ പോയിട്ട് തന്നെ ഡോക്യുമെൻറ്റ് കൊടുക്കും. അപ്പോൾ ആ ഡോക്യുമെൻ്റ് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്മൾ കയ്യിലുണ്ടാവും, അത് അയച്ചു കൊടുക്കും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഹോസ്പിറ്റലായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതൊക്കെ ഉണ്ടാവും. അതുതന്നെ നമുക്ക് എന്താ പറയുക, ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കണമെങ്കിൽ ചിലപ്പോൾ ഡോക്യുമെന്റ് സബ്മിഷൻ വേണമെങ്കിൽ സ്പീഡപ്പ് ആക്കാം. അതെ. എനിവേ നൈസ്. വേറെ എന്തെങ്കിലും? വേറെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇപ്പം സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും എന്താ പറയുക, വളരെ ഭാവി കണ്ടിട്ട് ഇറക്കിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 14% ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത് ഏതൊരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിൽ. ഇവിടെ ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പോളിസി 100% എല്ലാ വർഷവും ബോണസ് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഒരാൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുക, ആൾക്കത് എടുക്കാനേ പൈസ ഉള്ളൂ കയ്യിൽ. ആൾക്ക് ഒരു 5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ ബില്ല് വന്നു വിചാരിക്കുക, അത് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു ബില്ല്, ഒരു ക്ലെയിം സ്റ്റാർ ഹെൽത്ത് സെറ്റിൽ ചെയ്യും ഈ സൂപ്പർ സ്റ്റാർ പോളിസി എടുത്ത ആൾക്കാർക്ക്. സാർക്ക് പറഞ്ഞാൽ ക്ലിയർ ആയോ? 10 ലക്ഷം രൂപയുടെ കവറേജ് ഉള്ളൂ എങ്കിലും ആ വ്യക്തിക്ക് ഒരു എത്ര വലിയ എമൗണ്ട് ബില്ല് വരികയാണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം സ്റ്റാർ ഹെൽത്ത് ക്ലെയിം സെറ്റിൽ ചെയ്യും ലൈഫ് ടൈമിൽ. ഓക്കെ, ഇനി അതുകൂടാതെ അത് അയാൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. അത് ആ ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി അതുകൂടാണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും എല്ലാ വർഷവും 10 ലക്ഷം ക്ലെയിം ചെയ്താലും ചെയ്തില്ലെങ്കിൽ ആഡായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഒരു 25 വയസ്സായിട്ടുള്ളൊരു ആൾ ഈ പോളിസി എടുക്കാമെന്ന് വിചാരിക്കുക, ആൾക്കൊരു 20 കൊല്ലം കഴിയുമ്പോഴേക്കും അയാളുടെ കവറേജ് 2 കോടി രൂപ പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10 ലക്ഷത്തിന് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ്
20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അതിനെ കുറിച്ചിട്ട് ബോധമുണ്ടാവും. ബോധറിയേണ്ട കാര്യമില്ല. ഇതിൽ പൈസ ഉണ്ടാവും. നല്ലൊരു പ്ലാൻ അല്ലേ? ആ. അതിൽ മെറ്റേണിറ്റി വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. ചോയ്സാണ്. ചോയ്സാണ്. അതിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന പ്രൊഡക്റ്റുകളുണ്ട് മെറ്റേണിറ്റി. അപ്പോൾ അതിൽ അതിന് നമ്മൾ പ്രീമിയം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ചൂസ് ചെയ്യാനുള്ള നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ആഡ് ഓൺസാണ്, കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ ആഡ് ഓൺസാണ് ഇതിൽ വരുന്നത്. അതിപ്പോൾ ലൈവാണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ലൈവാണ്. ഇനി വേറെ കമ്പനികളിൽ ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് വരാം, ഈ സൂപ്പർ സ്റ്റാർ പോളിസിയിലേക്ക് വരാം. മൈഗ്രേറ്റ് ചെയ്യാം. മൈഗ്രേറ്റ് ചെയ്യില്ല, പോർട്ട് ചെയ്യാം. അതർ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് പോർട്ട് ചെയ്യാം. ആ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് എക്സിസ്റ്റിംഗ് പോളിസിയുടെ ബെനിഫിറ്റ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ക്ലെയിം സാധാരണ ക്ലെയിമാണെങ്കിൽ വരാം. സർജറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല മുന്നേ. അതിപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ ഈവൻ സിസേറിയൻ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൂപ്പർ സ്റ്റാർ പോളിസി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടും. കമ്പനി ചോദിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചിലപ്പോൾ നമ്മൾ പുതിയ മെഡിക്കൽ ലാബ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, നൈസ്. നല്ലൊരു ഓപ്ഷനാണ്. അതെ. യെസ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും അതിൻ്റെ ആവശ്യവും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമോദാണ്. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ 22 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പോളിസി എടുക്കണമെങ്കിൽ പ്രമോദിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടും അല്ലാതെയും ഞാൻ പറയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏതൊരു മനുഷ്യനും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എക്സിസ്റ്റിംഗ് അസറ്റ്, ചിലപ്പോൾ നമ്മളുടെ വീട്, കാറ്, ഭാര്യയുടെ സ്വർണം, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബില്ല് സെറ്റിൽ ചെയ്യാതെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടില്ല എന്നുള്ളത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അറിയാലോ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ സൂചി വെക്കുന്നതിന് മുന്നേ ബില്ല് എല്ലാ സെറ്റിൽ മീൻസ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്തിട്ടാണ് അവിടെ ഓപ്പറേഷൻ പോലും സ്റ്റാർട്ട് ചെയ്തൊരു എസ്റ്റിമേറ്റ് അവർ ആദ്യം പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിലൊന്നും നമുക്ക് ഹെൽത്തിൽ നമുക്ക് ഒരിക്കലും റിസ്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവർ ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൺസിഡർ ചെയ്യുക. വ്യക്തിപരമായിട്ട് ഞാനും ലൈഫിൽ ഒരുപാട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് പല പല അസുഖങ്ങളും വന്നു പോകുന്നത്. ഹോസ്പിറ്റൽ ബിൽസ് നിങ്ങൾക്കറിയാം കൂടി വരികയാണ്. അപ്പോൾ കൺസിഡർ ടേക്കിംഗ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിൽ ഏത് പോളിസി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമോദ് പറഞ്ഞ പോലെ സ്റ്റാർ ഹെൽത്ത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രമോദ് പറയേണ്ടായി. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രമോദിനെ ബന്ധപ്പെട്ട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും നല്ല ആരോഗ്യപരമായ ഒരു ഭാവി നേരുന്നു. സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ടിൽ ദെൻ സൈനിങ് ഓഫ്.